നമ്മൾ നോക്കാൻ പോകുന്നത് ദ സൈബർ സ്പേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന എസ്തർ ഡൈസൺ ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. സംതിങ് ഇൻ ദ മോഡേൺ സൈക്കി ലവ്സ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്. വി ഹാങ്കർ ആഫ്റ്റർ ദ വൈഡ് ഓപ്പൺ സ്പേസസ്. വി ലൈക്ക് ടു എക്സ്പ്ലോർ. വി ലൈക്ക് ടു മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദം. However, is there a place where you can go and be yourself without worrying about the neighbors? അപ്പോൾ നമ്മുടെ മോഡേൺ വേൾഡിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് എക്സ്പ്ലോർ ചെയ്യാനാണ്, അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ഓപ്പൺ സ്പേസിലേക്ക് കടക്കാനാണ്. അതായത് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നതിനേക്കാളും റൂൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നെയ്ബേഴ്സിനെ പറ്റി വറി ചെയ്യാതെ ഓപ്പണായിട്ട് കയറി ചെന്ന് നമുക്ക് നമ്മളാവാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്നാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ റൈറ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Yes, there is such a place, Cyberspace. Formerly a playground for computer nerds and techies, Cyberspace now embraces every conceivable constituency, including school children. Can they all get along amicably in the cyber world, or will our fear of kids misusing the cyberspace provoke a crackdown? അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, അതാണ് സൈബർ സ്പേസ് എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. പണ്ട് ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സിൽ എക്സ്പേർട്ട് ആയവർക്ക് അല്ലെങ്കിൽ ടെക്കീസൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇത് എല്ലാവരും സ്കൂൾ ചിൽഡ്രൻസ് മുതൽ എല്ലാവരും ഇപ്പോൾ സൈബർ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു പേടിയുണ്ട്. അന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു, ഇനി കിഡ്സ് ഈ സൈബർ സ്പേസൊക്കെ മിസ്യൂസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. The first order of the business is to grasp what cyberspace is. It might help to leave behind metaphors of highways and frontiers and to think instead of real estate. Real estate, remember, is an intellectual, legal, artificial environment constructed on top of land. It recognizes the difference between parkland and shopping mall, between red light zone and school district, between church, state and drugstore. ഇപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ തന്നെ പലതരത്തിലുള്ള സ്ഥാനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പാർക്ക് ലാൻഡ് ഉണ്ട്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, റെഡ് ലൈറ്റ് സോണുകളുണ്ട്, അതായത് അപകട സാധ്യത മേഖലകളുണ്ട്, സ്കൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ചർച്ചുണ്ട്, അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ കാണാം അല്ലെങ്കിൽ ലോകത്ത് കാണാം. അതുപോലെ തന്നെയാണ് സൈബർ സ്പേസും. സൈബർ സ്പേസിലും അങ്ങനെ പലതരത്തിലുള്ള കണ്ടൻസ് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെന്നാണ് റൈറ്റർ പറയുന്നത്. ഇൻ ദ സെയിം വേ യു കുഡ് തിങ്ക് ഓഫ് സൈബർ സ്പേസ് ആസ് എ ജയൻറ്റ് ആൻഡ് അൺബൗണ്ടഡ് വേൾഡ് ഓഫ് വിർച്വൽ റിയൽ എസ്റ്റേറ്റ്. സം പ്രോപ്പർട്ടി ഈസ് പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് റെൻറ്റഡ് ഔട്ട്. Other property is common land. Some places are suitable for children and others are best avoided by all but the older citizens. Unfortunately, it is those places that are now capturing the popular imagination. They make cyberspace sound like a nasty place. Good citizens jump to a conclusion, better regulate it. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഒരു റിയൽ എസ്റ്റേറ്റാണ് സൈബർ സ്പേസ്. അതല്ലെങ്കിൽ അതുപോലൊരു വേൾഡാണ് സൈബർ സ്പേസ്. അപ്പോൾ സൈബർ സ്പേസിലും ഇതുപോലെ ഉള്ള കണ്ടൻസ് ഉണ്ട്. അതായത് ഇപ്പം പ്രൈവറ്റ്ലി ഓൺഡായ അല്ലെങ്കിൽ റെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് സൈബർ സ്പേസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള നാസ്തിയായ ഏരിയസാണ് കൂടുതൽ പോപ്പുലർ ഇമാജിനേഷനിലേക്ക് അല്ലെങ്കിൽ പോപ്പുലറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഗുഡ് സിറ്റിസൺസ് ഒരു കൺക്ലൂഷനിലെത്തും. സൈബർ സ്പേസ് റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നൊരു കൺക്ലൂഷനിലെത്തും. യൂസിങ് സെൻസർഷിപ്പ് to counter and silence cyberspace fundamentally misinterprets the nature of cyberspace. Cyberspace isn't a frontier where wicked people can grab unsuspecting children, nor is it a giant television system that can beam offensive message of unwilling viewers. In this kind of real estate, users have to choose where they visit, what they see, what they do. It is optional, and it is much easier to bypass a place on the net than it is to avoid walking past an unsavory block of stores on the way to your home. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ യൂസിങ് സെൻസർഷിപ്സ് അല്ലെങ്കിൽ സെൻസർഷിപ്പുകൾ യൂസ് ചെയ്യുന്നത് വഴി കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ സൈലൻസ് ചെയ്യുക, സൈബർ സ്പേസിനെ സൈലൻസ്ഡ് ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പക്ഷേ
ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഒരു മിസ്ബിലീഫ്. പക്ഷേ സൈബർ സ്പേസ് എല്ലാവരും കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും മോശമായ ആൾക്കാരെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരുടെ വഴി തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് സൈബർ സ്പേസ് ഒരുപാട് ആൾക്കാർ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിതിപ്പോൾ ഒരു ടെലിവിഷൻ കാണുമ്പോൾ നമുക്കൊരിക്കലും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അടുത്ത് ഇതാണ് കാണേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇപ്പോൾ ചിൽഡ്രൻസ് മിസ്ലീഡ് ചെയ്യപ്പെടാൻ പറ്റുന്ന കണ്ടൻസ് വരികയാണെങ്കിൽ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. പക്ഷേ സൈബർ സ്പേസിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് കാണണം എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സൈബർ സ്പേസിലെ കാര്യമാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് എടുക്കണോ ഇത് എടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. ബട്ട് പുട്ട് പ്ലെയിൻലി, cyberspace is a voluntary destination. In reality, many destinations. You don't just get on the net, you have to go to some place in particular. That means that people can choose where to go and what to see. Yes, community standards should be enforced, but those standards should be set by cyberspace communities themselves. What we need isn't control from outside over these electronic communities, we need self-rule. അപ്പോൾ സൈബർ സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഇപ്പോൾ ഞാൻ നെറ്റ് കയറി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ജസ്റ്റ് അങ്ങ് നമുക്ക് കയറാൻ പറ്റുന്നതല്ല. ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് കണ്ടൻസിൽ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ തീർച്ചയായും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ നിയന്ത്രണങ്ങളെക്കാൾ കൂടുതൽ നമ്മൾക്കൊരു സെൽഫ് റൂള്, നമ്മൾ എന്ത് ചെയ്യണം എന്ത് കാണണം എന്നുള്ള സെൽഫ് റൂളാണ് അത്യന്താപേക്ഷികം. What makes cyberspace so alluring is precisely the way in which it is different from shopping malls, television, highways and other terrestrial jurisdiction. But let's define the territory. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ സൈബർ സ്പേസ് എന്ന് വെച്ചാൽ തീർച്ചയായും നമ്മൾ പുറത്ത് കാണുന്ന ടെറിട്ടറിയേക്കാൾ അല്ലെങ്കിൽ പുറത്ത് കാണുന്നതിനേക്കാളും ഡിഫറൻ്റാണ്. ഇപ്പോൾ പുറത്ത് കാണുന്ന ഷോപ്പിംഗ് മാളിനോ ടെലിവിഷനോ ഹൈവേസിനേക്കാളും ഡിഫറൻ്റാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ടെറിട്ടറി അല്ലെങ്കിൽ ആ സൈബർ സ്പേസിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കിയാൽ, ഫസ്റ്റ് ദർ ആർ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ. Akin to the conversation you have over the telephone or voicemail, there are private and consensual and require no regulation at all. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇമെയിൽ കോൺവെർസേഷൻ, അതായത് ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നു, അങ്ങനെയുള്ള കോൺവെർസേഷൻ. അപ്പോൾ അവിടെ അത് പ്രൈവറ്റ് ആയിരിക്കണം, കോൺസെൻഷ്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ അതിനകത്ത് റെഗുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. Second, there are information and entertainment services where people can download anything from legal text and list of great new restaurants to game software or interesting presentation. These places are like bookstores, malls and movie houses. Place where you go to buy something. The customer needs to request an item or sign up for a subscription. Some of these services are free, others charge and may bill their customer directly. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലീഗൽ ടെക്സ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടൻസ് ആണെങ്കിൽ അത് നമുക്ക് ഒരു ബുക്ക് സ്റ്റോറിനെയോ മാളിനെയോ മൂവി ഹൗസിനെയോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാം. ഇവിടെ കസ്റ്റമർ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റോറിൽ പോകുകയാണെങ്കിൽ ഏത് ബുക്ക് വേണമെന്നൊരു കസ്റ്റമറോട് ആവശ്യം പറയണം. അപ്പോൾ അതുപോലെ തന്നെയാണ് സൈബർ സ്പേസിൽ ഒരു കസ്റ്റമറിന് ഒരു റിക്വസ്റ്റ് കാണണം, അതുപോലെ തന്നെ ചിലപ്പോൾ അതിന് സബ്സ്ക്രിപ്ഷൻ വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ചിലത് ഫ്രീ ആയിരിക്കും, ചിലത് പെയ്ഡ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ സൈബർ സ്പേസിൽ രണ്ടാമത്തെ കണ്ടൻ്റായിട്ട് നമുക്ക് എടുക്കാം. തേർഡ്, there are real communities, groups of people who communicate among themselves. In real estate terms, they are like shops or restaurants or playgrounds. Each active participant contributes to a general conversation, generally through a posted message. Other participants may simply listen or watch. Some are supervised by a moderator. Others are more like bulletin boards. Anyone is free to post anything. Many of these services started out unmoderated but are now imposing rules to keep out unwanted advertising, extraneous discussions or increasingly rude participants. Without a moderator, the decibel level often gets too high.
അപ്പോൾ മൂന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് റിയൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്ന് കണക്കാക്കി. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവരുടെ അവർ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു, അതിനെ പറ്റിയൊക്കെ ഉള്ള ചർച്ച അല്ലെങ്കിൽ അതിനെപ്പറ്റി കാണുന്നു. ചിലപ്പോൾ ഒരു മോഡറേറ്റർ കാണാം, അത് ചർച്ചകൾ നിയന്ത്രിക്കാം. ചിലപ്പം ഒരുപാട് പേര് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുള്ള കണ്ടൻസാണ് നമ്മൾ മൂന്നാമത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമൊക്കെ ഇങ്ങനെ റൂൾസും റെഗുലേഷനും ഒന്നും വെച്ചില്ലെങ്കിലും പിന്നീട് റൂൾസും റെഗുലേഷനും വെക്കേണ്ട ആവശ്യകത തോന്നുന്നു. അതായത് ഇപ്പം അവരെന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റൂൾസും റെഗുലേഷൻ്റെ ആവശ്യകതയും കൂടി വന്നു. വാട്ട്സ് യുണീക്ക് അബൌട്ട് സൈബർസ്പേസ് ഈസ് ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് us from the tyranny of power structures where everyone lives by the rule of the majority. In a democracy, minority groups and minority preferences tend to get squeezed out, whether they are minorities of race and culture or minorities of individual taste. Cyberspace allows communities of any size and a kind to flourish. In cyberspace, communities are chosen by the users, not forced on them by accidents of geography. This freedom gives the rules in cyberspace a moral authority that rules in terrestrial environments don't have. Most people are stuck in the country of their birth, but if you don't like the rule of the cyberspace community, you can just sign off, love it or leave it. അപ്പോൾ സൈബർസ്പേസിനെ എന്താണ് യുണീക്ക് ആക്കുന്നതെന്നാണ് അടുത്ത നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പവർ സ്ട്രക്ചർ തന്നെയാണ് സൈബർസ്പേസിനെ യുണീക്ക് ആക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പുറം ലോകത്ത് നോക്കിയാൽ അവിടെ മെജോറിറ്റിയാണ്, മൈനോറിറ്റിയുടെ ആവശ്യങ്ങൾ പലപ്പോഴും സ്ക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സൈബർ സ്പേസിൽ എല്ലാവർക്കും അവരുടേതായ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു പ്ലേസ് ഓഫ് ബർത്ത്, ഒരു രാജ്യത്ത് ജനിച്ച അയാൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഒരു സൈബർ സ്പേസിൽ അയാൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജസ്റ്റ് ആ സൈബർ സ്പേസ് ലീവ് ചെയ്യുക. അതാണ് സൈബർ സ്പേസിൻ്റെ ഒരു യുണീക്നെസ്. അതായത് ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഒന്നെങ്കിൽ അതിനെ ലവ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ അത് ലീവ് ചെയ്ത് പോവാം. What's likely to happen in cyberspace is the formation of new communities, free of the constraints that causes conflict on Earth. Instead of a global village, we will have invented another world of self-contained communities that cater to their own members' inclinations without interfering with anyone else. We will be able to test and evolve rules governing what needs to be governed, intellectual property, content and access control, rules about privacy and free speech. അപ്പോൾ സൈബർ സ്പേസിനെ കുറിച്ച് ബാക്കി പറയുകയാണെങ്കിൽ സൈബർ സ്പേസിൽ പുതിയ കമ്മ്യൂണിറ്റീസ് രൂപപ്പെടുത്താം. അതായത് ഇപ്പോൾ സൈബർ സ്പേസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജായിട്ട് മാറുന്നു. അതായത് ലോകം മുഴുവൻ ഒരു വില്ലേജായിട്ട് മാറുന്നു. നമുക്കിപ്പോൾ അതായത് പണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോകത്തിന് അങ്ങേക്കൊണ്ടിരിക്കുന്ന ആളുമായിട്ട് വരെ നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് സൈബർ സ്പേസിൻ്റെ വേറൊരു കാര്യമായിട്ട് പറയുന്നത്. പക്ഷേ ഇന്ന് സൈബർ സ്പേസ് ഒരു ഗ്ലോബൽ വില്ലേജ് ആവുന്നതിനേക്കാൾ മറ്റൊരു ലോകമായിട്ട് തന്നെ മാറുകയാണ്. In the end, our society needs to grow up. Growing up means understanding that there are no perfect answers, no all-purpose solutions. We haven't created a perfect society on Earth, and we won't have one in the cyberspace either. But at least we can have individual choice and individual responsibilities. അതായത് നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടെ ഗ്രോ അപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സൈബർ സ്പേസിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈബർ സ്പേസിൽ അത്രയ്ക്കും ഫ്രീഡം നൽകുന്നതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ചോയ്സിനും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിക്കും വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.